ഭാരതത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിന് അടിത്തറയിട്ട RSS സമൂഹത്തിന്റെ വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 33ഓളം വിവിധ ക്ഷേത്ര സംഘടനകൾക്കാണ് രൂപം നൽകിയത്. ശതാബ്ദി വർഷത്തിലെത്തി നിൽക്കുമ്പോൾ സംഘചിന്താധാരയിൽ നിന്ന് വളർന്നുവന്ന പരിവാർ സംഘടനകളും അതത് മേഖലകളിൽ തിളങ്ങി നിൽക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കരുത്ത് തെളിയിച്ച BJPയും ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന ABVPയും RSSന്റെ കരുത്തുറ്റ ശിഖരങ്ങളാണ്. സംഘപഥത്തിലൂടെ ശതാബ്ദിയിലെത്തുമ്പോൾ RSS സമസ്ത മേഖലകളിലും സാന്നിധ്യം അറിയിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഘാടക മികവാണ് സംഘത്തിൻ്റെ പരിവാർ സംഘടനകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, അങ്ങനെ സംഘമൂല്യം നെഞ്ചിലേറ്റി അവയെല്ലാം ഗംഗാപ്രവാഹം പോലെ ഒഴുകുകയാണ്. നോക്കാം പരിവാർ സംഘടനകളുടെ രൂപീകരണവും ആശയവും. ശാഖ ചലിപ്പിക്കുന്നത് മാത്രമാണ് RSSന്റെ നേരിട്ടുള്ള പ്രവർത്തനമെങ്കിലും സമൂഹത്തിലെ എല്ലാ മേഖലയിലും സംഘത്തിന്റെ സേവാഭാവം വ്യാപിപ്പിക്കണമെന്ന ആശയമാണ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം. അതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഘാദർശത്തിൽ രൂപം കൊണ്ട ജനസംഘം, ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി. സ്വത്വം മറന്ന കോൺഗ്രസ് കുടുംബാധിപത്യത്തിലേക്ക് വഴിമാറിയ വേളയിൽ അപകടം തിരിച്ചറിഞ്ഞ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അന്നത്തെ സർസംഘചാലക് പൂജനീയ ഗുരുജിയെ കണ്ടു. ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അനുഭാവപൂർണ്ണം പരിഗണിച്ച ഗുരുജി അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ശ്യാമപ്രസാദ് മുഖർജിയെ തന്നെ നിയോഗിച്ചു. അങ്ങനെ ജനസംഘം പിറന്നു. 1951 രൂപീകരിച്ച ജനസംഘം അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും ദേശീയ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും മുൻപിൽ നിന്നും. 1980 BJPയുടെ രൂപീകരണവും തുടർന്നുള്ള ഐതിഹാസിക യാത്രയും ചരിത്രമാണ്. ഇന്ന് ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന BJP നിരവധി ദേശാഭിമാനികളായ കരുത്തുറ്റ നേതാക്കളെയാണ് സമാജത്തിന് നൽകിയത്. സാംസ്കാരിക തനിമ വീണ്ടെടുത്തുകൊണ്ട് ഭാരതം വിശ്വഗുരുസ്ഥാനത്തേക്ക് മുന്നേറുമ്പോൾ അതിന് ചാലകശക്തിയാകുന്നത് ജനസംഘവും നിലവിൽ BJPയുമാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെപ്പോലെ അസംഖ്യം കാര്യകർത്താക്കളെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ ശക്തി സ്രോതസ്സാക്കാനും സംഘത്തിന് സാധിച്ചു. ജ്ഞാനം ശീലം ഏകത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രൂപം കൊള്ളുന്നത്. 1948 രൂപീകരിച്ച സംഘത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യാർത്ഥികളുടെ നേതൃസ്ഥാനത്തേക്കും ഹൃദയത്തിലേക്കും കടന്നു ചെല്ലാൻ സാധിച്ചു. അമൃതകലശം പേറിയെത്തുന്ന ദേവതാഗണ സംഗമം പോലെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും RSS സാന്നിധ്യം അറിയിക്കുന്നു. വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണമെന്ന ദൗത്യത്തിലേക്കാണ് ഈ പ്രവാഹമെല്ലാം ചെന്നെത്തുന്നത്. രാജ്യത്തിൻ്റെ ആത്മാവിന് കരുത്തു പകരുന്ന മഹാപ്രസ്ഥാനത്തിന് ടീം ജനത്തിൻ്റെ 100ാം പിറന്നാൾ മധുരം.